ഉത്തരാഖണ്ഡിലെ ക്വാഡ്ദാറിൽ 30 വർഷത്തിലധികമായി അവിടെ കട നടത്തി വരുന്ന ഒരു മുസ്ലിം സഹോദരൻ്റെ കടയുടെ പേരുമായി ബന്ധപ്പെട്ടുകൊണ്ട് ആ കടയുടെ പേര് മാറ്റണമെന്ന് പറഞ്ഞുകൊണ്ട് അദ്ദേഹത്തിനെതിരെ ആക്രോശിച്ചു വന്ന ബജ്റംഗ് ദൾ പ്രവർത്തകരോട്, ആ സംഘികളോട് ഒരു ഹിന്ദുവായ സഹോദരൻ ചുണക്കുട്ടി പറഞ്ഞ മറുപടി എന്താണെന്ന് അറിയണ്ടേ? എൻ്റെ പേര് മുഹമ്മദ് ദീപക്. അതിലാർക്കാണ് എന്താണ് പ്രശ്നം? ക്വാഡ്ദാർ സ്വദേശിയായ ഷുഹൈബ് അഹമ്മദും കുടുംബവും വർഷങ്ങളായി നടത്തിവരുന്ന ബാബ സ്കൂൾ ഡ്രസ് ആൻഡ് മാച്ചിങ് സെന്ററിനെതിരെയാണ് ബജ്റംഗ് ദൾ പ്രവർത്തകരുടെ ആക്രമണമുണ്ടായത്. ഇദ്ദേഹത്തിന്റെ സ്ഥാപനത്തിന്റെ പേരിനൊപ്പം ബാബ എന്ന് അദ്ദേഹം ചേർത്തിരുന്നു. അങ്ങനെ ബാബ എന്നൊന്നും ചേർക്കാൻ പാടില്ല, ആ പേര് നീക്കം ചെയ്യണം. ഇതായിരുന്നു ആ സംഘികളുടെ ആവശ്യം. ഈ സമയത്താണ് അവിടെ ദീപക് കുമാർ എന്ന് പറയുന്ന നല്ല ഒന്നാന്തരം ചുണക്കുട്ടി കടന്നു വരുന്നത്. അവിടെയുണ്ടായിരുന്ന സകല ബജ്റംഗ് ദൾ പ്രവർത്തകരെയും എല്ലാ സംഘികളെയും ആ മനുഷ്യൻ കണ്ടം വഴി ഓടിച്ചു. നീ ആരാടാ എന്ന ചോദ്യത്തിന് ആ ചെറുപ്പക്കാരൻ പറഞ്ഞ മറുപടി എൻ്റെ പേര് മുഹമ്മദ് ദീപക് എന്നായിരുന്നു. ഇന്ത്യ രാജ്യത്ത് മുസ്ലിമീങ്ങൾ രണ്ടാംകിട പൗരന്മാരാണോ എന്നും 30 വർഷത്തിലേറെയായി ഇവിടെ തുടരുന്ന കടയുടെ പേര് എന്തുകൊണ്ടാണ് മാറ്റണമെന്ന് പറയുന്നത് എന്നും ദീപക് ചോദിക്കുന്നുണ്ട്. പിന്നീട് അവിടെ ഉണ്ടായിരുന്ന പ്രദേശവാസികൾ ദീപക്കിനൊപ്പം ഒത്തുചേരുകയാണ്. അങ്ങനെ എല്ലാവരും ഒത്തുചേർന്നുകൊണ്ട് ആ സംഘികളെ വിരട്ടിയോടിക്കുന്ന കാഴ്ചയാണ് പിന്നീട് കാണാൻ സാധിച്ചത്. ये बाबा की दुकान है, इनके पास हम पहले भी आए हैं। बाबा पे क्या होता है मुझे पता होगा। देखो ताऊ जी, ये बाबा नाम हटाओ आप, या तो बाबा बन जाओ। നോക്കൂ, മനുഷ്യത്വം മരവിച്ചിട്ടില്ല. എന്റെ പേര് മുഹമ്മദ് ദീപക് എന്ന് ധൈര്യപൂർവ്വം പറഞ്ഞ് ആ മനുഷ്യൻ ഒടിച്ചു കളഞ്ഞത് വർഗീയതയുടെ മുനയാണ്. മനുഷ്യത്വമാണ് എല്ലാത്തിനും മുകളിലെന്നും ഇന്ത്യക്ക് വേണ്ടത് വെറുപ്പല്ല സ്നേഹമാണെന്നും ദീപക് നമ്മെ ഓർമ്മിപ്പിക്കുകയാണ്. വെറുപ്പിന്റെ കാലത്ത് സ്നേഹം കൊണ്ട് പ്രതിരോധം തീർത്ത യഥാർത്ഥ ഹീറോയ്ക്ക് ഒരു ബിഗ് സല്യൂട്ട്. നിങ്ങൾ എത്ര തന്നെ ഇവിടെ വർഗീയതകൾ ഉണ്ടാക്കാൻ ശ്രമിച്ചാലും, നിങ്ങൾ എത്ര തന്നെ ഇവിടെ മതം പറഞ്ഞ് മനുഷ്യരെ തമ്മിലെടുപ്പിക്കാൻ ശ്രമിച്ചാലും, ആ വർഗീയതയും ആ അജണ്ടകളെയുമെല്ലാം മനുഷ്യത്വവും സ്നേഹവും മാനവികതയും അറിയുന്ന നല്ലവരായ മനുഷ്യർ ഈ നാട്ടിൽ ജീവിച്ചിരിക്കുന്ന കാലത്തോളം ആ അജണ്ടകളെയെല്ലാം ചവറ്റുകുട്ടയിലേക്ക് എറിയുമെന്നുള്ള കാര്യത്തിൽ ഒരു സംശയം വേണ്ട. ഇത് ഹൈന്ദവനും ക്രൈസ്തവനും മുസൽമാനും എല്ലാവരും ഒരുമിച്ച് ഒറ്റക്കെട്ടായി ജീവിച്ച മണ്ണാണ്. ഒരമ്മ പെറ്റ മക്കളെപ്പോലെ സ്നേഹത്തോടുകൂടി ജീവിച്ച മണ്ണാണ്. ആ മണ്ണിൽ വർഗീയതയുടെ വിത്ത് പാകാൻ നല്ലവരായ മനുഷ്യ സമൂഹം ഒരിക്കലും അനുവദിക്കുകയില്ല.